നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ധന ഉപയോഗം നിയന്ത്രിക്കുന്നതിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. നാട്ടിക മണ്ഡലം കമ്മിറ്റി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വാടാനപ്പള്ളി സെന്ററിൽ തുടക്കമായി. വാഗ്ദാനം പാലിച്ച് പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമ ഏഷ്യയിലെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഇന്ധന ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ആർഭാടങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. നാട്ടിക മണ്ഡലം കമ്മിറ്റി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃപ്രയാർ ക്ഷേത്ര പരിസരത്തു നിന്നും മുൻ എം.എൽ.എ. സി മുകുന്ദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരപ്പിൽ, രതീഷ് ടി.ജി, ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി ഇ.പി. ഹരീഷ് മാസ്റ്റർ, സിദ്ധൻ പി.ആർ, എൻ.എസ്. ഉണ്ണിമോൻ, രശ്മി ഷിജോ, ജോഷി ബ്ലാങ്ങാട്ട്, ഭഗിനി സുനിൽ, സുനിൽ ദത്ത്, സെന്തിൽകുമാർ, പി.വി. ആനന്ദൻ, രഘുലാൽ, ജയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ മോദി സർക്കാരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിൽ അവതരിച്ച ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും അവരപകടകരമായ സ്ഥിതിവിശേഷത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ സ്വയം നമ്മൾ തയ്യാറാകണം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള 7 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ദേശവ്യാപകമായ പ്രചരണം നടത്തി ജനങ്ങളുടെ താല്പര്യം മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രചരണം മാത്രമല്ല, നമ്മുടെ വീടാന്തര കാര്യങ്ങളിലുള്ള പ്രചരണം നടത്തി നമ്മുടെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രചരണമായി നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ധനവില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി എടമുട്ടം സർദാർ സ്മാരക പരിസരത്ത് പ്രതിഷേധ ജ്വാല തീർത്തു. പ്രതിഷേധം നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി VC കിഷോർ അധ്യക്ഷനായി. അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി രാജൻ പട്ടാട്ട്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MV സുരേഷ്, AG സുഭാഷ്, VR മോഹൻദാസ്, സുജിന്ത് പുല്ലാട്ട്, വസന്ത ദേവലാൽ, സീന കണ്ണൻ, വിനു പട്ടാലി, KS ഉണ്ണികൃഷ്ണൻ, ഷാജി കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലെ 1979-80 SSLC ബാച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് ആദരിച്ചു. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീജ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് നമുക്ക് 100 മേനി കൈവരിച്ച ഈ സ്കൂളിനോടും അതിനോടൊപ്പം പ്രയത്നിച്ചു നിന്ന വിദ്യാർത്ഥിനികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ 10ാം ക്ലാസ്സിലെ വിജയം നിങ്ങളുടെ ഉയരങ്ങളിലേക്കുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇനിയാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഉയരങ്ങളിലേക്ക് എത്തുന്നതോടൊപ്പം തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് എല്ലാവിധ ഉയരങ്ങളിലേക്ക് എത്താനുള്ള എല്ലാവിധ ഊർജവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രസിഡന്റ് TC സുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ഹീര ഫ്രാൻസിസ് ആലപ്പാട്ട്, PTA പ്രസിഡന്റ് KK സതീശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രകാശൻ VM, സുമ K, ട്രഷറർ പ്രകാശ് PN എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും വാടാനപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വാടാനപ്പള്ളി സെന്ററിൽ തുടക്കമായി.
വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും അടുത്ത ദിവസങ്ങളിൽ ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, യുവജന ക്ലബ്ബ് പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുക, കിണറുകൾ ശുചീകരിക്കുക, ഡ്രൈ ഡേ ആചരിക്കുക, ശുചിത്വ ബോധവൽക്കരണം എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CB സുനിൽകുമാർ, റിജീന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുജ, ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ്, VO ഷീന, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വാടാനപ്പള്ളി ഗണേശമംഗലം മുതൽ ചിലങ്ക സെന്റർ വരെയുള്ള സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇരിങ്ങാലക്കുട സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗായകനും എഴുത്തുകാരനുമായ ജയൻ പടിയത്തിനെ ആദരിച്ചു. തളിക്കുളം ഓഹോ ബീച്ചിൽ മൺസൂൺ രാവ് എന്ന പേരിൽ നടത്തിയ അനുമോദന സദസ്സ് പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റുമായ ഷിനി സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബിജു തളിക്കുളം അധ്യക്ഷത വഹിച്ചു. സുരേഷ് മാപ്രാണം, അക്ഷയ് കുമാർ എന്നിവർ സംസാരിച്ചു. വിജിൽ മാങ്ങാട്ടുകര, അജീഷ് ശിവരാമൻ, ഷജി മാങ്ങാട്ടുകര, ശ്രീരാജ് മരത്താക്കര, വിപിൻ മാങ്ങാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കണ്ടച്ചങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് സ്കൂളിലെത്തി അഭിനന്ദിച്ചു. ഭാവി വിദ്യാഭ്യാസ ഉന്നതിക്കായി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജീന്ദ്രൻ, HM ബീന K മേനോൻ, PTA വൈസ് പ്രസിഡന്റ് നെൽസൺ V മാത്യു, റോസ്മി ടീച്ചർ VN സുർജിത്ത്, VV പ്രഭാത്, ധനമോൻ മടത്തിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും.
സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി ജീവൻ കലാവേദിയുടെ നേതൃത്വത്തിൽ വായനക്കളരി സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. SP അബ്ദുൾ സത്താർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CS സജീഷ് ക്യാമ്പ് നയിച്ചു. PD ബെന്നി, ബഷീർ അറക്കൽ, KS ബിനോജ്, സമീർ അമ്പലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നാസർ അമ്പലത്ത്, KS വിഷ്ണു ചങ്കരി, ലൈബ്രറിയൻ VK നാഷിദ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി പട്ലങ്ങാടി റെഡ് ഫോർട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സിദ്ര സെക്രട്ടറി PI ബാദുഷ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VA ഷാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി VM സുധീർ, ക്ലബ് രക്ഷാധികാരി RA മുഹമ്മദ്, NN അമൻ ഷാ എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങളായ AM ഷറഫുദ്ദീൻ, RA റഫീഖ്, AM റിയാസ്, PI റഫീഖ്, AA ഫൈസൽ, VA ഹർഷാദ് എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കമായി.
മെയ് 17 മുതൽ 21 വരെയാണ് നവീകരണ കലശം. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, ബ്രഹ്മകലശപൂജ, പരികലശപൂജ, ഉപദേവത കലശപൂജ, പാണിദാനം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര മേൽശാന്തി മണികണ്ഠൻ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് രാജീവൻ, സെക്രട്ടറി സ്വപ്ന ജോളി, ട്രഷറർ അഭിമന്യു, വൈസ് പ്രസിഡന്റ് പവിത്രൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ബിനോയ്, അഡ്വക്കേറ്റ് സന്തോഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന ദിവസമായ മെയ് 21 വ്യാഴാഴ്ച ബ്രഹ്മകലശാഭിഷേകവും പരികലശാഭിഷേകവും നടക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊഴിലാളികളോട് ഷാഹിർ വിജയിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ഒരുക്കുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രഖ്യാപിച്ചിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. മറ്റുള്ള ആളുകളൊന്നല്ല, നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ഇവിടുന്ന് പോകുന്നു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ അമ്മമാരെ പോലെയാണ് നിങ്ങളെ കരുതെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ ഈ പറഞ്ഞത് ടൂർ പോകാന്നുള്ളത്. അപ്പൊ അതുപോലെ കരുതിയിട്ട് നമ്മളിനി ഇവിടുന്ന് ആരംഭിക്കുന്ന എല്ലാവരും നമ്മൾ വെച്ചാൽ എല്ലാവരും ജീവിതത്തിൽ നമുക്കറിയാം ഓരോ പ്രയാസങ്ങളൊക്കെ ആയിട്ട് പോണ ആളുകളുണ്ട്. അപ്പൊ ആ പ്രയാസങ്ങൾക്കിടയിൽ അതിലൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വെച്ചാൽ ഈ വാർഡ് മെമ്പറായിട്ട് ഫസ്റ്റ് പോകുന്നത് നിങ്ങളായിട്ടാണ്. ഈ അടുത്ത ഘട്ടമായിട്ട് നമുക്ക് ഇതുപോലുള്ള ആളുകളായിട്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മൾ ഇപ്പം ജീവിതത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് നമ്മൾ പോയി വരുന്നത് നല്ല അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നമുക്ക് പോയി വരാം. യാത്ര കൊച്ചി ഹിൽ പാലസ് തുടർന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള ബോട്ട് യാത്ര തൊഴിലാളികൾക്ക് വേറിട്ട ഒരു അനുഭവമായി. ബോട്ട് യാത്രയ്ക്കിടെ കൊച്ചിയിലെ കണ്ടൽ വനങ്ങൾ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ബോൾഗാട്ടി പാലസ്, ഫോർട്ട് കൊച്ചി, ചേറായി ബീച്ച് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ദൈനംദിന ജോലി ഭാരങ്ങളിൽ നിന്ന് ചെറിയൊരു വിശ്രമവും പുതുമയാർന്ന അനുഭവവും ലഭിച്ചതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്തോഷം രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷും യാത്രയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ കളരിയുടെ ഭാഗമായി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല മധുരം മലയാളം എന്ന പേരിൽ മാതൃഭാഷാ പഠന പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപികമാരായ അഭയ KS, മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി. MK പ്രജീവ് കുമാർ ആമുഖം അവതരിപ്പിച്ചു. MM പ്രതാപൻ, TN അജയകുമാർ, സിന്ധു ഹേമലാൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തുന്ന ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് തൃപ്രയാർ NES കോളേജ് ഓഡിറ്റോറിയത്തിൽ മെയ് 23 ശനിയാഴ്ച രാവിലെ 11 നടക്കും. കരിയർ കൺസൾട്ടന്റ് ശ്രീവിദ്യ K ക്ലാസുകൾ നയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇന്ധന ഉപയോഗം നിയന്ത്രിക്കുന്നതിന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വാടാനപ്പള്ളി സെന്ററിൽ തുടക്കമായി. വാഗ്ദാനം പാലിച്ച് പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.